ഞാൻ കഴിഞ്ഞ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഫെയിലായ കുറേ ആൾക്കാർ, നിരവധി ആൾക്കാരാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് റിസൾട്ട് കിട്ടാത്ത ആൾക്കാർ. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പ്രോബ്ലം എന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല. ഇതിനെക്കുറിച്ച് ABCD അറിയാത്ത ആൾക്കാർ എങ്ങനെ ക്ലിനിക്ക് ഓപ്പൺ ചെയ്ത് വെക്കും, നമ്മളൊരു സർജറി ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒരു വീഡിയോ കൊണ്ട് അപ്പം തന്നെ ആൾക്കാർ ഓടിച്ചല്ലോ ഇത്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓയിലിൻ്റെ പരസ്യം കാണും. ഒരു ഹെയർ ലോഷൻ ഉണ്ടായിരുന്നു, ഒരു പച്ച കളറിൻ്റെ, ഓക്കെ, നിങ്ങൾക്ക് അറിയാം, നിയോ ഹെയർ ലോഷൻ. അന്ന് ഞാനൊരു വീഡിയോ ചെയ്തു, ഡെർമാ റോളർ കൊണ്ടാണ് റിസൾട്ട് വരുന്നത്, അത് മറ്റേത് ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ എനിക്ക് കുറേ കമൻസൊക്കെ യൂട്യൂബിൽ താഴെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായി അവസ്ഥ? അത് തേച്ച കുറേ ആൾക്കാർ കുറച്ച് മുടി വന്നു, പിന്നീട് കംപ്ലീറ്റ് പോയി. കഷണ്ടി കൂടുതലാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഒരു ഓയിൽ ഉപയോഗിക്കുമ്പോഴോ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. വെറുതെ ഇല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഉപയോഗിക്കുന്നത്, ഒരു ഓൺലൈനിൽ പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത്. മലയാളികൾ അങ്ങനെയാണ്, കൂടുതൽ ആൾക്കാരും മലയാളികളെന്നല്ല, ഒരു മുടി കൊഴിച്ചിലൊരു വ്യക്തി എന്തായാലും ടെൻഷൻ ഉണ്ടാവും. എന്തൊക്കെ ഒരു മെഡിസിൻ കണ്ട് അപ്പോൾ ഉപയോഗിക്കും. ഞാനിങ്ങനെ പല മെഡിസിൻ ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. എന്തെങ്കിലും ഓയിൽ പരസ്യം കണ്ട ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസമാണ് മുടി വരും, അല്ല നിങ്ങളുടെ കാശ് തിരിച്ചു തരാം, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നാടകങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഒരു മെഡിക്കേഷനോ എന്ത് ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ.